വൈകുന്നേരത്തെ ചായയുടെ കൂടെ ആണെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനാണെങ്കിലും നല്ല കറുമുറാന്നുള്ള മുറുക്ക് കിട്ടുവാണെങ്കിൽ നല്ല രസമല്ലേ. ഇത് നമുക്ക് ഈസി ആയിട്ടൊരു ബട്ടർ മുറുക്ക് ഉണ്ടാക്കാം. ആ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് റോഷ് കുക്ക്വെയർസിന്റെ പ്രീമിയം ഡയമണ്ട് മുറുക്ക് അച്ചാണ് കേട്ടോ. ആൻഡ് ഇത് ഇന്ത്യസ് നമ്പർ 1 ട്രഡീഷണൽ കുക്ക്വെയർ ബ്രാൻഡ് കൂടിയാണ് കേട്ടോ. ഇതിൽ മൊത്തത്തിൽ 10 പ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മുറുക്ക് മാത്രമല്ല പക്കാട് ചെയ്യാം. നല്ല അടിപൊളി ഇടിയപ്പം നൂലപ്പം ഒക്കെ ഉണ്ടാക്കാം. ഇവരുടെ പ്രൊഡക്ട്സ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ ലുക്ക് വൈസ് ആണെങ്കിലും അടിപൊളിയാണ്. ആദ്യം അരിപ്പൊടി എടുക്കുക, പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി ഒക്കെ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് എള്ള ആഡ് ചെയ്ത് കൊടുക്കുക, ബ്ലാക്കോ വൈറ്റോ ആഡ് ചെയ്യാം. ഇനി കുറച്ച് അജ്വൈൻ ആഡ് ചെയ്യുക, ഒരൽപ്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് കായം പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുഴച്ചെടുക്കുമല്ല, ക്രംബിൾ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചപ്പാത്തിയുടെ ഒക്കെ ഒരു ഡോ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. ഏത് ഷേപ്പിൽ മുറുക്കാണ് വേണ്ടത് അതിന്റെ പ്ലേറ്റ് നമ്മൾ മുറുക്കച്ചിലേക്ക് വെച്ചു കൊടുക്കുക. കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ഡോ എടുത്ത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലെ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുക്കായി എന്നാണ്. ഇനി ഓയിലിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോർമൽ പാറ്റ മുറുക്കും ചെയ്തിട്ടുള്ള സ്പൈസി പാറ്റ മുറുക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ.